സന്നിധി മതി എൻ ദൈവമേ, നിൻ സാന്നിധ്യം മതി ഈ ഏഴയ്ക്ക്. നിൻ ദിവ്യകൃപകളാ ജീവിപ്പാൻ നിന്നാത്മശക്തി പകരൂ നാഥാ. നിന്നാശിഷം ചൊരിയുക എന്നിൽ, നിന്നാശിഷം ചൊരിയുക എന്നിൽ. കേൾപ്പിക്കുക നിൻ സ്വർഗീയ നാദം. സ്വർഗീയനാദം ശ്രവിക്കുന്ന എല്ലാവർക്കും സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഒരു പുതിയ പ്രഭാതം കാണുവാൻ ദൈവം നമ്മെ അനുവദിച്ചതിനായി ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് രാവിലെയുള്ള ധ്യാനത്തിനായി 4-ാം സങ്കീർത്തനം 8-ാം വാക്യം നമുക്ക് വായിക്കാം. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. ആർക്കാണ് സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ സാധിക്കുന്നത്? അതിൻ്റെ ഉത്തരം ആ വാക്യത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ഭയമില്ലാതെ വസിക്കുവാൻ സാധിക്കുന്ന ഒരു വ്യക്തിക്ക്, അതായത് നിർഭയം വസിക്കുവാൻ സാധിക്കുന്ന ഒരു വ്യക്തിക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങുവാനായിട്ട് സാധിക്കും. നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടുകൾ നമ്മെ വല്ലാതെ ഭയപ്പെടുത്തുന്നത് തന്നെയാണ്. അടുത്ത കാലത്തുണ്ടാകുന്ന അതിഭയാനകമായ സംഭവങ്ങൾ നോക്കുമ്പോൾ ഭയമില്ലാതെ ഒരു വ്യക്തിക്കും ജീവിക്കുവാൻ സാധ്യമല്ല. എപ്പോഴും നാം അപകടങ്ങളെ മുന്നിൽ കാണുന്നു, എപ്പോഴും നാം അക്രമങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുന്നു. അങ്ങനെ വിവിധ നിലകളിൽ സമാധാനം നഷ്ടപ്പെട്ടു പോയതായ ഒരു ലോക സാഹചര്യമാണല്ലോ നമ്മുടെ മുൻപിലുള്ളത്. വാസ്തവത്തിൽ ഭയമില്ലാതെ ജീവിക്കുവാൻ എന്താണൊരു വഴി? 34-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി, എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. നോക്കുക, വലിയവനായ ദൈവമാണ് നമ്മെ സകല ഭയങ്ങളിൽ നിന്നും വിടുവിക്കുന്നവൻ. നാം യഹോവയായ ദൈവത്തിങ്കിലേക്ക് ചെല്ലുമ്പോൾ, നമ്മുടെ ആവശ്യങ്ങൾ വിളിച്ചറിയിക്കുമ്പോൾ കർത്താവ് നമ്മെ സഹായിക്കുന്നു. അവിടുന്ന് നമ്മുടെ ഭയമെല്ലാം മാറ്റിത്തന്ന് നമ്മെ അനുഗ്രഹിക്കുന്നു. 34-ാം സങ്കീർത്തനം 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്: യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു എന്നാണ്. അവിടെയും ഒരു വാക്ക് ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. തൻ്റെ ഭക്തന്മാരുടെ ചുറ്റും എന്നാണ് എഴുതിയിരിക്കുന്നത്. എങ്ങനെയാണ് വലിയവനായ ദൈവത്തിൻ്റെ ഭക്തനായി തീരുവാൻ നമുക്ക് സാധിക്കുന്നത്? എങ്ങനെയാണ് ആ വലിയവനായ ദൈവത്തിൻ്റെ അരികിലേക്ക് ചെല്ലുവാൻ നമുക്ക് സാധിക്കുന്നത്? 1 തിമോത്തിയോസ് 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ മാത്രമേ ഒരു വ്യക്തിക്ക് വലിയവനായ ദൈവത്തിൻ്റെ അരികിലേക്ക് ചെല്ലുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ദൈവത്തിൻ്റെ അരികിലേക്ക് കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വാസത്താൽ സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് ഭയം കൂടാതെ ചെല്ലുവാൻ സാധിക്കും. അങ്ങനെയുള്ളവരെയാണ് ദൈവമക്കൾ എന്ന് തിരുവെഴുത്ത് വിശേഷിപ്പിക്കുന്നത്. അവരെയാണ് ഭക്തന്മാരെന്ന്, ഭക്തമതികളെന്ന് ദൈവവചനം വിശേഷിപ്പിക്കുന്നത്. അങ്ങനെയുള്ളവർക്കാണ് സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ സാധിക്കുന്നത്. നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നോക്കുമ്പോൾ അനേകർ സമാധാനമില്ലാതെ ജീവിക്കുന്നു. സമാധാനമില്ലാത്ത അനേക കുടുംബങ്ങൾ, സമാധാനമില്ലാത്ത അനേക വ്യക്തി ജീവിതങ്ങൾ, നിരാശാബാധിതരായി തീർന്ന അനേക ആയിരക്കണക്കിന് ആളുകൾ കഷ്ടതയാൽ, ബുദ്ധിമുട്ടാൽ, രോഗത്താൽ, ക്ഷീണത്താൽ ഒക്കെ സമാധാനം നഷ്ടപ്പെട്ട് അല്പസമയമെങ്കിലും സമാധാനത്തോടെ ഒന്നിരുന്നാൽ മതിയായിരുന്നു, ഒന്നുറങ്ങാൻ സാധിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ വിചാരിക്കുന്ന, എന്നൊക്കെ വല്ലാതെ ആഗ്രഹിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. അവർക്കൊക്കെ സമാധാനം ലഭിക്കുവാനുള്ള ഏക വഴി എന്താണ്? വലിയവനായ ദൈവത്തിങ്കിലേക്ക് അടുത്തു വരിക എന്നുള്ളത് മാത്രമാണ്. ആ ദൈവത്തിങ്കിലേക്ക് അടുത്തു വരുവാനുള്ള ഏക വഴി കർത്താവായ യേശു ക്രിസ്തുവാണ്. ആദ്യ മനുഷ്യനായ ആദാം പാപം ചെയ്ത നിമിത്തം മാനവരാശി മുഴുവനും പാപികളായി തീർന്നു. എന്നാൽ ആ പാപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നതിന് വേണ്ടി വലിയവനായ ദൈവം മനുഷ്യനായി ഈ ലോകത്തിലേക്ക് വന്നു. അതത്രേ കർത്താവായ യേശു ക്രിസ്തു. അവിടുത്തെ രക്തം നമുക്ക് വേണ്ടി സകല മനുഷ്യവർഗത്തിൻ്റെയും പാപത്തിന് പരിഹാരത്തിനായി കാൽവറി ക്രൂശിൽ അവിടുന്ന് ചൊരിഞ്ഞു. ആ കർത്താവായ യേശു ക്രിസ്തുവിൽ ആര് വിശ്വസിക്കുന്നുവോ അവർക്ക് പാപക്ഷമ ലഭിക്കുന്നു. അങ്ങനെയുള്ളവരാണ് ഭക്തന്മാർ, ഭക്തമതികൾ. അവരെ കർത്താവ് പരിപാലിക്കുന്നു, അവർക്ക് സമാധാനം ലഭിക്കുന്നു. ആ കർത്താവ് നമുക്ക് നൽകുന്നതായ സമാധാനം നിത്യമായ സമാധാനമാണ്, ശാശ്വതമായ സമാധാനമാണ്. പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ബുദ്ധിമുട്ടുകളും നിരാശകളും ഒക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ മധ്യത്തിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വിലയേറിയ സമാധാനമാണ്. അങ്ങനെയുള്ളവർക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ സാധിക്കും. മറ്റൊന്നിലെയും ഭയമില്ലാതെ ധൈര്യത്തോടെ കിടന്നുറങ്ങുവാൻ സാധിക്കും. കാരണം അവർ ദൈവത്തിൻ്റെ വകയാണ്.
താങ്കൾ സമാധാനം അന്വേഷിക്കുന്ന വ്യക്തിയാണോ? കർത്താവിലേക്ക് അടുത്ത് വരിക, അവിടുത്തെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുക. അങ്ങനെ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ വകയായിത്തീരുവാൻ, ഭക്തനായിത്തീരുവാൻ, ഭക്തമതിയായിത്തീരുവാൻ സാധിക്കും. അങ്ങനെ ദൈവം നിങ്ങൾക്ക് സമാധാനം നൽകട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുവേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, ജീവിതത്തിൽ സമാധാനവും സന്തോഷവും എന്തെന്നറിയാതെ വല്ലാതെ നിരാശയിലായിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങനെയുള്ളവർ യേശു കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ദൈവമക്കളായി തീരുവാനും സമാധാനം അനുഭവിക്കുവാനും അവരെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിച്ചാട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവിൻ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സ്വർഗീയ നാദം, ദ ഹെവൻലി വോയിസ്. ശക്തനം കർത്തനൻ കൂടെയുള്ളതിനാൽ എല്ലൊരു ഭയവും എനിക്കിനിയും. ശക്തനം കർത്തനൻ കൂടെയുള്ളതിനാൽ എല്ലൊരു ഭയവും എനിക്കിനിയും. എന്നാത്മസഖിയായെന്നുമെൻ കൂടെയുണ്ട് അത്യുന്നതൻ എൻ യേശുനാഥൻ. എന്നാത്മസഖിയായെന്നുമെൻ കൂടെയുണ്ട് അത്യുന്നതൻ എൻ യേശുനാഥൻ. അത്യുന്നതൻ എൻ യേശുനാഥൻ. ഏകനായി ഞാൻ തീർന്നപ്പോൾ, ഉള്ളം നൊന്തു കരഞ്ഞപ്പോൾ, ചാരയണഞ്ഞു ചൊല്ലിനാഥൻ, മനമേ നീ കലങ്ങേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാനെന്നും നിന്നോട് കൂടെയുണ്ട്.